പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. ഈ പുതുവർഷത്തിൻ്റെ ആദ്യ കർത്തൃദിനത്തിൽ ഈ ഞായറാഴ്ച ദൈവപാദപീഠത്തിൽ ദൈവവചനവുമായിട്ട് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായി ദൈവനാമത്തിന് എല്ലാ മഹത്വവും കരയറ്റിക്കൊണ്ട് എൻ്റെ ഈ ശബ്ദപരിധിക്കുള്ളിൽ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ലോകരക്ഷിതാവായ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. കർത്താവ് ഈ പുതുവർഷത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും നന്മകളും തന്ന് നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വേദവചന ധ്യാനത്തിലേക്ക് നമുക്ക് കിടക്കാം. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം, ഹീബ്രൂസ് ചാപ്റ്റർ 4:12 വായിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം കൂടെ വായിക്കണമെന്നുണ്ട്. 16-ാമത്തെ വാക്യം പറയുന്നത്, അതിൻ്റെ കൺക്ലൂഷൻ പറയുന്നത്, അതുകൊണ്ട് കരുണ ലഭിക്കുവാൻ തക്ക സമയത്ത് തത്സമയത്ത് സഹായത്തുള്ള വരം പ്രാപിപ്പാൻ ധൈര്യത്തോടെ കൃപാസനത്തോളം അടുത്തു ചെല്ലുക. ഈ വചനം 12-ാമത്തെ വാക്യം പറയുന്നത് 4-ാമത്തെ എബ്രായ ലേഖനത്തിലെ ഒരു താരതമ്യ പഠനത്തിന് ശേഷം 4-ാമത്തെ അധ്യായത്തിലെ സ്വസ്ഥതയെക്കുറിച്ച്, സ്വസ്ഥതയിൽ ദൈവത്തിൻ്റെ സ്വസ്ഥത, 7-ാം ദിവസത്തെ സ്വസ്ഥത, അത് മാത്രമല്ല സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ടില്ല, ദൈവം തരുന്ന ഒരു സ്വസ്ഥതയെക്കുറിച്ച് പ്രഖ്യാപിക്കുന്ന അതിൻ്റെ 12-ാമത്തെ വാക്യമാകുമ്പോൾ ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുക. ദൈവവചനം ജീവനും ചൈതന്യവും, ഇറ്റ് ഈസ് എ ലിവിങ് ആൻഡ് പവർഫുൾ, ജീവനും ചൈതന്യവും ഉള്ളത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞ ഉടനെ ഡബിൾ എഡ്ജഡ് സോഡ്, ഇറ്റ്സ് എ ഷാർപ്പൻ ദാറ്റ് ദ ഡബിൾ എഡ്ജഡ് സോഡ്, ഇങ്ങനെ ഇരുവായി തലയുള്ള ഒരു വാളായിട്ട് ദൈവവചനത്തെ ഉപമിച്ചിരിക്കുന്നു. അത് പ്രാണനെയും ആത്മാവിനെയും, സോൾ ആൻഡ് സ്പിരിറ്റ്, പ്രാണനെയും ആത്മാവിനെയും സന്ധി മഞ്ചകളെയും വരെ തുറച്ചു ചെല്ലുന്നു. ഇവിടെ ഈ വചനം എന്ന ചിന്ത, വചനം എന്ന് പറഞ്ഞ 2 ഗ്രീക്ക് വാക്കുകൾ വചനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോഗോസ്. ഏതാണ്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്, ഇൻ ദ ബിഗിനിങ് ലോഗോസ് വാസ് ദെയർ, വചനമുണ്ടായിരുന്നു. ആ ലോഗോസ് വാസ് വിത്ത് ഗോഡ്, വചനം ദൈവത്തോട് കൂടിയായിരുന്നു. അതിന്റെ ലോഗോസ് ആ ലോഗോസ് എന്ന് പറഞ്ഞാൽ ഈസ് ഗാഡ്, അത് ദൈവമായിരുന്നു. ലോഗോസ് വാസ് ഗാഡ്, അത് ദൈവമായിരുന്നു എന്ന് പറയുന്നത്, അത് ദൈവമായിരുന്നു, അത് ലോഗോസ്. ഈ ലോഗോസ് എന്ന് പറഞ്ഞാൽ സാർവത്രികമാണ്, യൂണിവേഴ്സലാണ്, എല്ലാവർക്കും, വചനം എല്ലാവർക്കും ഉണ്ട്. ഈ കേൾക്കുന്ന എൻ്റെ പരിധിക്കുള്ളിൽ കേൾക്കുന്ന സകല പേർക്കും, കേൾക്കാത്തവർക്കും ഈ വചനം സാർവത്രികമാണ്. ഇതെല്ലാവർക്കും, എല്ലായിടത്തും, ഭൂമിയിൽ എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇത് യൂണിവേഴ്സലാണ്. പക്ഷേ എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പം ഈ വചനം കേൾക്കുന്ന ചിലരിലേക്ക് മാത്രമായിട്ട് ഈ വചനം ചുരുങ്ങുന്നുണ്ട്. കേൾക്കുന്ന എല്ലാവരും റിസീവ് ചെയ്യുന്നില്ല. റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കം പേരാണ്. ആ കേൾക്കുന്നവർ, അവർക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ലോഗോസ് അല്ല, ലോഗോസ് മാറി അത് റേമയായി പരിണമിക്കുന്നു. റേമ എന്ന് പറഞ്ഞാൽ ഇത് പേഴ്സണലാ, വ്യക്തിപരമാ. ലോഗോസ് എല്ലാവർക്കും കൂടിയാകുമ്പോൾ റേമ അത് വ്യക്തിപരമാ. ഒരു ഉദാഹരണം, പത്രോസ് യേശു കർത്താവ് ആണെന്ന കടലിൽ മീതെ നടന്നു വരുന്ന യേശു കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ, ആ വാക്ക് ശ്രദ്ധിക്കണം, പ്ലൂറലാണ് ശിഷ്യന്മാർ, അവർ ഭയപ്പെട്ട് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പത്രോസ് എന്ന ഒറ്റ വ്യക്തി ചോദിച്ചു, കർത്താവേ നീയാണെങ്കിൽ ഞാനും വെള്ളത്തിൽ കൂടി നടന്നു വരട്ടെ. അടുത്ത വാക്ക് യേശുവിന്റെ മറുപടി ഉടൻ വന്നു, വരിക എന്നുള്ള ശബ്ദം എല്ലാവരും കേൾക്കുന്നുണ്ട്. എല്ലാവരും എന്ന് പറഞ്ഞാൽ പടകിലുള്ള 12 ശിഷ്യന്മാരും ഒരുപോലെ കേൾക്കുന്നു, വരിക എന്നുള്ള ശബ്ദം. എന്നാൽ ആ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുന്നത് പത്രോസ് മാത്രമാണ്. പത്രോസ് ചോദിച്ചു വരിക എന്ന് പറഞ്ഞപ്പം ഇറങ്ങി നടക്കാൻ തയ്യാറായത് എന്ന് പറഞ്ഞ പത്രോസിന് മനസ്സിലായി, ആ വചനം എന്നോടാണ്. വരിക എന്ന് പറയുന്നത്
ആ വാക്ക് എന്നോടാണ്, എന്നോട് മാത്രമാണ്, എന്നോടാണ് യേശുവിന്റെ ശബ്ദം എന്ന് പറഞ്ഞ് യേശുവിന്റെ വാക്കിന് ഇറങ്ങി നടക്കുന്ന പത്രോസ്, അത് മുങ്ങിപ്പോയെങ്കിലും ആ യേശുവിന്റെ വാക്കിന് വേണ്ടി ഇറങ്ങി നടക്കുന്ന പത്രോസ്. ഒരിക്കൽ ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ യേശു ഉപദേശിക്കുന്ന പുരുഷാരത്തോട് എല്ലാവരോടും കൂടി ഉപദേശിക്കുന്ന, എല്ലാവരോടും ഉപദേശിച്ചു തിരിഞ്ഞു ശിമോനോട് മാത്രമായി പറയുന്ന വാക്കുണ്ട്, ആഴത്തിലേക്ക് നീക്കി വല വീശുക. അത് ശിമോനോട് മാത്രമുള്ളതാ. എല്ലാവരോടും പറയുന്ന വാക്ക്, കോമൺ ആയിട്ട് പറയുന്ന വാക്ക്, അത് ലോഗോസ, എല്ലാവർക്കും വേണ്ടിയുള്ളതാ. ഇത് മാറി അതേ വചനം വ്യക്തിയോട് പറയുമ്പോൾ, അല്ലെങ്കിൽ വ്യക്തികളോട് സംസാരിക്കുമ്പോൾ, ഒരു പേഴ്സണാലിറ്റിയോട് സംസാരിക്കുമ്പോൾ ആ വാക്ക് മാറിയിട്ട് അത് റേമയായി മാറുന്നു. ലോഗോസ് മാറി റേമയാകും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ വചനം അടിപ്പെടരാനുള്ള സൗഖ്യം അത് റേമയായിട്ട് പരിണമിക്കട്ടെ. ഈ വചനം ജീവനും ചൈതന്യമുള്ളതായി അതേ പ്രാണനെയും സന്ധിമച്ചകളെയും അത് തുളച്ചു ചെല്ലുന്ന, ആത്മാവിനെയും പ്രാണനെയും സന്ധിമച്ചകളെ തുളച്ചു ചെല്ലുന്ന ജീവനും ചൈതന്യമുള്ളതായി അതേ ഇരുവായ്ത്തലുള്ള വാളായിട്ട് മാറുമ്പോൾ അത് വ്യക്തി, ഈ വചനം എന്റേതാണ്, ഈ പ്രോമിസ് എന്റേതാണ്, യേശു കർത്താവ് പറഞ്ഞിരിക്കുന്ന ഈ വാക്തത്വം എന്റേതാണ്, അത് ഏറ്റെടുക്കാൻ ഒരു വ്യക്തി തയ്യാറാകുമ്പോൾ മാത്രമേ അത് രേമയാകുള്ളൂ, വ്യക്തിപരമായി ചലനമുണ്ടാക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഈ വചനം എന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പൈതലെ, വ്യക്തിപരമായി നിനക്ക് ചലനമുണ്ടാക്കണമെങ്കിൽ അത് എൻ്റെ ശബ്ദമാണെന്ന് ഏറ്റെടുക്കണം. ബൈബിൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാ. എല്ലാ സങ്കീർത്തനവും അതിനകത്ത് പ്രോമിസുകളുണ്ട്. 6000-ലധികം പ്രോമിസുകൾ പ്രത്യക്ഷമായി വേദപുസ്തകത്തിനകത്തുണ്ട്. ഇത് വായിക്കുമ്പോൾ ഇത് എന്റേതാണ്, ഈ വചനം എന്റേതാണ്, ഇത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഇത് യേശു എന്നോട് സംസാരിക്കുന്നതാണ്. വ്യക്തിപരമായി അനുഭവിച്ചറിയട്ടെ വചനം. അതാണ് ഇവിടുത്തെ വചനം. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതായി, ജീവനും ചൈതന്യവും ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെ വിവേചിക്കുന്നതുമാകുന്നു. ഈ വചനം ചെല്ലുമ്പോൾ ഹൃദയത്തിലെ ഭാവങ്ങളെ വിവേചിക്കും. ഒരിക്കലേ പ്രവാചകൻ നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നാളെ ഈ നേരത്ത് ശെക്കേലിൽ 1 സെയ്യ ഗോതമ്പും ശെക്കേലിന് 2 സെയ്യ യവവും ശമരിയുടെ പടിവാതിക്കൽ വിൽക്കപ്പെടും. പ്രവാചകൻ പറഞ്ഞതിന് പ്രവാചക ശബ്ദമാ, വാക്തത്വമാ. കേട്ടുന്നത് അകമ്പടി നായകൻ പറഞ്ഞു, ദൈവം ആകാശത്തിന്റെ കിളിവാൾ തുറന്നാലും ഇങ്ങനെ സംഭവിക്കുമോ? അത് ഭാവങ്ങളെയും ചിന്തകളെയും വിവേചിച്ച അവനോടുടൻ മറുപടി പറഞ്ഞു, നീ കാണും പക്ഷെ അനുഭവിക്കുകയില്ല. പ്രതികരിക്കാതെ നിന്ന രാജാവ് പക്ഷെ അതിന് റെസ്പോണ്ട് ചെയ്ത് ആ രാജ്യത്തോട് പ്രവചിക്കുക അത് കേട്ട കുഷ്ഠരോഗികള്. ഈ വചനം എന്റേതാണ്, ഏറ്റെടുക്കാൻ ആരാ ഉള്ളേ? എന്റേതാണ്, ഈ പ്രോമിസ് എന്റേതാണ്, ഈ വചനം എന്റേതാണ്. ഏറ്റെടുക്കുന്നവർക്ക് ഇത് റേമയായി പരിണമിക്കുന്നു. ഏറ്റെടുക്കുന്നവർക്ക് ഈ വചനം രോഗസൗഖ്യമായി പരിണമിക്കും. ഏറ്റെടുക്കുന്നവർക്ക് ഒരു സ്ത്രീ പറഞ്ഞു, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും ഒന്ന് തൊട്ടാൽ ഞാൻ സൗഖ്യമാകും. അത് ഏറ്റെടുക്കുന്ന അവൾ തൊട്ടു, അവൾ സൗഖ്യമായി. ഒരു കണ്ണുപൊട്ടനായി മൃത്യുമായി വിളിച്ചു പറഞ്ഞു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ. വിശ്വാസത്തോടെ വിളിച്ചു, എല്ലാവരും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവൻ വിളിച്ചു, യേശു നിന്നു, അവൻ സൗഖ്യമായി. ഒരിക്കൽ ശതാധിപൻ വന്നിട്ട് പറഞ്ഞു, അതേ ശതാധിപൻ വന്നപ്പോ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്ത അവൻ സൗഖ്യമായി, അവന്റെ കുഞ്ഞ് സൗഖ്യമായി. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇത് റേമയായി പരിണമിക്കട്ടെ. ഈ വചനം നിന്റെ ഉള്ളിൽ റേമയായി, ലോഗോസ് മാറി ഇത് റേമയായി പരിണമിക്കട്ടെ. ഈ വചനം ആർക്കാണോ റേമയാകുന്നത്, ആരാണോ ഇതെന്റെ വചനമെന്ന് പറഞ്ഞ് ഏറ്റെടുക്കുന്നത്, പത്രോസിനെ പോലെ വരിക എന്ന ശബ്ദം കേൾക്കുമ്പോൾ 12 പേർ അടുങ്ങി നിൽക്കുമ്പോൾ 11 പേർക്കും ഇല്ലാതെ ഈ വചനം എന്നോടാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന പത്രോസ്, അത് പത്രോസിനോടാണ് സംസാരിക്കുന്നത്. യേശു കരന്നിട്ടുന്നതും മുങ്ങിപ്പോകാതെ പിടിക്കുന്നതും യേശു പത്രോസിനെ മാത്രമാണ്. അത് പത്രോസിനോടാണ് സംസാരിക്കുന്നത്. ഈ വചനം ഇതിനകത്തെ പ്രോമിസ് വചനം, ഇതിനകത്തെ വചനങ്ങൾ, ന്യായപ്രമാണങ്ങൾ, അത് ഇതിനകത്തെ സ്വസ്ഥതയുടെ വാക്കുകൾ, നിത്യജീവന്റെ വാക്കുകൾ, നിത്യജീവന്റെ മൊഴികൾ, അതെനിക്ക് വേണ്ടിയുള്ളതാണ്, എന്നോടുള്ളതാണ്. ഈ പുസ്തകത്തിലെ വാക്കുകൾ, ഈ വചനങ്ങൾ ഏറ്റെടുക്കട്ടെ. അത് ഏറ്റെടുക്കുന്ന ആരാണോ അവർക്ക് വേണ്ടിയാ വിടുതൽ.
ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനം റേമയായി പരിണമിക്കാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സ്വർഗീയ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞാൻ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദ പരിധിക്കുള്ളിൽ കേൾക്കുന്ന സകല പേരെയും ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. എൻ്റെ സഭയിലെ വാത്സല്യ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ രക്തത്തിന്റെ മുദ്ര എഴുതുന്നു. അടിയന്റെ കരത്തിന്റെ കീഴിൽ തന്നിട്ടുള്ള ആടുകളെ എല്ലാവരെയും കർത്താവെ രക്തത്തിന്റെ മുദ്രയിൽ പരിപാലിക്കുന്നു. കർത്താവ് കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനാ കൂട്ടായ്മയുള്ള സകല പേരെയും യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. അവർക്ക് റേമയായി ഈ വചന പ്രോമിസുകൾ റേമയായി പ്രേമയായി പരിണമിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും അനുഗ്രഹിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം റേമയായി പരിണമിക്കട്ടെ. ഹല്ലേലൂയ. വചനം റേമയായി പരിണമിക്കട്ടെ. സാർവത്രികമായി, യൂണിവേഴ്സലായി, അത് വ്യക്തിപരമായി, ഇൻഡിവിജ്വലായി സംസാരിക്കട്ടെ. അത് റേമയായി പരിണമിക്കട്ടെ. കേൾക്കുന്ന വചനം ഹൃദയത്തിനകത്ത് പതിയട്ടെ. അതെന്റേതാണെന്ന് പറഞ്ഞ് ഏറ്റെടുക്കട്ടെ. അത് അനുഗ്രഹമായി മാറട്ടെ. വസ്ത്രത്തിന്റെ തൊങ്ങലിലെങ്കിലും തൊട്ടാൽ സൗഖ്യം വരും. യേശു നിന്ന് ചോദിക്കുക, എന്തെങ്കിലും നിന്ന് ശക്തി പുറപ്പെട്ടു. ആരാ തൊട്ടത്? മുട്ടിയുരുമ്പി പുരുഷാരെ മുഴുവൻ നടക്കുമ്പോൾ എല്ലാവർക്കും കളിതഭാഷ അല്ല. ആ വിശ്വസിക്കുന്നത് എനിക്ക് വേണ്ടിയാ, ഈ ശക്തി എനിക്ക് വേണ്ടിയാ, യേശു എനിക്ക് വേണ്ടിയാ. അങ്ങനെ റേമയായി പരിണമിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്തപ്പ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ സകലവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നതിനായി നന്ദി. ഈ ദിവസം അനുഗ്രഹമാകട്ടെ. ദൈവിക പ്രൊട്ടക്ഷൻ ജനത്തോട് കൂടിയുള്ളതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകലമാന മഹത്വം നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് സീ യു ടുമോറോ. നാളെ നമുക്ക് കാണാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.